ബാലതാരമായി ഒരു സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് മുതിർന്ന ശേഷം ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയും വില്ലൻ വേഷങ്ങളിലൂടെയും നായകനായി സൂപ്പർ താരമായി. അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി. അപ്പൊ സുരേഷ് ഗോപി ആദ്യം ഓടയിൽ നിന്ന ഒരു സിനിമയിലാണ് ചെറിയ കുട്ടിയായിരിക്കും അഭിനയിച്ചത്. 4-5 വയസ്സ് പ്രായമുള്ളൂ. പിന്നീട് അദ്ദേഹം മുതിർന്നൊക്കെ ശേഷം കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിട്ടാണ് അഭിനയത്തിലോട്ട് വീണ്ടും വരുന്നത്. 86 എന്ന വർഷമാണ് അദ്ദേഹം സിനിമയിലോട്ട് മുതിർന്ന ശേഷം അഭിനയിക്കുന്നത്. കുറച്ചധികം സിനിമകളിൽ ചെറിയ വേഷങ്ങളും വലിയ വേഷങ്ങളും ഒക്കെ ആയിട്ട് അഭിനയിച്ചു. അപ്പൊ സുരേഷ് ഗോപിയുടെ ആ ഒരു വർഷം 86, ആ ഒരു കാലത്തെ സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏകദേശം 10ഓളം സിനിമകളാണ് സുരേഷ് ഗോപിയുടേതായിട്ട് 1986 ഇറങ്ങിയത്. ഇതിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ച സിനിമകളൊക്കെ ഉണ്ട്. നമുക്ക് അത് വെച്ച് തുടങ്ങാം. അതിൽ TP ബാലഗോപാലിന്റെ എം എ സിനിമ, ആ സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ സിനിമ. ആ വർഷം കുറെ സിനിമകൾ അവർ ചെയ്തു. സത്യൻ അന്തിക്കാട് മോഹൻലാൽ, അതില് മോഹൻലാലിന്റെ സഹോദരിനെ പെണ്ണ് കാണാൻ വരുന്ന ഒരു സീനാണ്. ചെറിയൊരു സീനേ ഉള്ളൂ, പക്ഷെ ഒന്ന് നോട്ടീസ് ചെയ്തു ആളുകൾ. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടനെ അതിലൊന്ന് നോട്ടീസ് ചെയ്തു. മറ്റൊരു സിനിമ എന്ന് പറയുന്നത് നിറമുള്ള രാവുകൾ. അത് N ശങ്കരൻ നായർ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ സിനിമയിൽ അതില് വിൻസെന്റ്, അതുപോലെ തന്നെ സത്താർ, അച്ചൻകുഞ്ഞ്, ഇങ്ങനെ കുറെ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഞാൻ ആ സിനിമ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ഇതിൽ നോക്കിയപ്പോ അതില് ചെറിയൊരു സീനിൽ എന്താണ് സുരേഷ് ഗോപി അതില് അഭിനയിച്ചിട്ടുള്ളത്. അതിലെന്തോ ഒരു കസ്റ്റമർ ആയിട്ടോ അതെന്തോ ആണെന്നാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയാണ് സുരേഷ് ഗോപി തിരിച്ചു വന്നിട്ട്, അതായത് മുതിർന്ന ശേഷം സിനിമാ മോഹമൊക്കെ ആയിട്ട് വന്നപ്പോൾ അഭിനയിച്ച ആദ്യത്തെ സിനിമ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് മുഖം കാണിച്ചിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു റിലീസായത് TP ബാലഗോപാലിന്റെ അമ്മയാണെന്ന് തോന്നുന്നു. എന്തായാലും ഇതിലാണ് ചെറിയൊരു വേഷം ചെയ്തിട്ടുള്ളത്. പിന്നെ യുവജനോത്സവം, അത് അന്നത്തെ വലിയൊരു ഹിറ്റ് സിനിമ. നമുക്കറിയാം, അതില് ശ്രീകുമാരൻ തമ്പിയുടെ സിനിമയാണ്. മോഹൻലാൽ ഉൾപ്പെടെ പിന്നെ കുറെ യുവതാരങ്ങളുണ്ട് അതില്. സന്തോഷ്, അശോകൻ, അങ്ങനെ സുകുമാരിയുടെ മകനുണ്ട്, ഉർവശി, മേനക, ഉർവശിയുടെ സഹോദരൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല നല്ല പാട്ടുകളാണ്. ഈ ഒരു സിനിമയാണ് സുരേഷ് ഗോപിയുടെ ശരിക്കും ഒരു കുറച്ചുകൂടി ഒരു റോള് കിട്ടിയതെന്ന് പറയും. ഈ സിനിമയെ ഞാൻ കുറെ കാലം മുമ്പ് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഒന്ന് തപ്പി നോക്കിയപ്പോൾ ഞാൻ മനസ്സിലായി സുരേഷ് ഗോപി മുതിർന്ന ശേഷം സുരേഷ് ഗോപിക്ക് ഒരു മെയിൻ ഒരു സിനിമയിൽ കുഴപ്പമില്ലാത്ത ഒരു വേഷം ആദ്യം കിട്ടിയത് യുവജനോത്സവത്തിലാണ്. അപ്പൊ യുവജനോത്സവത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രീകുമാരൻ തമ്പി ഒരുപാട് ഹിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം സംവിധായകൻ മാത്രമല്ല, നമുക്കറിയാം ഗാനരചയിതാവാണ്, സംഗീത സംവിധായകനാണ്, ഗായകനാണ്, എഴുത്തുകാരനാണ്, ഒരുപാട് മേഖലയിൽ കൈവച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഈ ഒരു സിനിമയെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്ന് പറയും, അന്ന് ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ലൊക്കേഷനിൽ വരുമ്പോഴാണ് മോഹൻലാലിന്റെ കഥാപാത്രം എന്താണെന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ മോഹൻലാലിന്റെ കോസ്റ്റ്യൂം പോലും മോഹൻലാൽ അവിടെ വന്നിട്ട് കൊടുത്ത കോസ്റ്റ്യൂമിൽ അഭിനയിക്കുന്നു. അന്നൊന്നും ഈ സൂപ്പർ താരങ്ങൾ ലെവലിലോട്ടുള്ള ഇന്റർഫറൻസ് ഒന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നൊക്കെ ശ്രീകുമാരൻ തമ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 3 സിനിമകളായി. പിന്നെ 1 മുതൽ 0 വരെ എന്ന സിനിമ, അതും നല്ലൊരു സിനിമയായിരുന്നു. അത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അല്ല, പക്ഷെ അത്യാവശ്യം പേര് കിട്ടിയ സിനിമയായിരുന്നു. നവോദയ പ്രൊഡക്ഷൻസിന്റെ സിനിമ. രഘുനാഥ് പലേരി ആദ്യമായിട്ട് സംവിധാനം ചെയ്തൊരു സിനിമ എന്നുള്ളത് നല്ല പേരെടുത്ത സിനിമയായിരുന്നു. ഇതിൽ സുരേഷ് ഗോപി ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആ ഒരു വേഷത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, അന്ന് ഈ ജയറാമൊക്കെ കലാഭവനിലുണ്ട്. അപ്പൊ അന്ന് കലാഭവനില് ഇവര് സൈനുദ്ദീനും ഇവരെല്ലാരും, ഇവർക്ക് ജയറാമിന്റെ ഒക്കെ സുഹൃത്തുക്കളാണല്ലോ. അപ്പൊ അന്നൊരിക്കൽ കലാഭവനിൽ ഇവരാരോ സൈനുദ്ദീനെയോ അതുപോലെ തന്നെ റഹ്മാനെയോ ഇവരാരോ കാണാൻ വേണ്ടി സുരേഷ് ഗോപി ഒരിക്കൽ വരുന്നു. അതുപോലെ എനിക്കൊണ്ട് അന്ന് ഈ സിനിമ നവോദയയിൽ ഷൂട്ട് നടക്കുന്ന ആ ഒരു ടൈമില് അന്ന് സൈനുദ്ദീൻ അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ജയറാമിന് ഇതിൽ എന്തെങ്കിലും ഒരു വേഷം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പോഴാണ് സൈനുദ്ദീൻ പറഞ്ഞു ഇങ്ങനെ ഒരു വേഷം ഉണ്ട്, നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ജയറാം കുറച്ച് ആ റോള് കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. പക്ഷെ ആ സമയത്താണ് സുരേഷ് ഗോപി അവിടെ വരുന്നതും. അപ്പൊ ജയറാമിന് മനസ്സിലായി എന്നെക്കാട്ടും ഗ്ലാമറും പൊക്കൊക്കെ ഉള്ള ഒരു നടൻ എന്തായാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ ആ റോളാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത്. അപ്പൊ ജയറാം തന്നെയാണ് പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, അന്ന് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു, പക്ഷെ സുരേഷ് ഗോപി എന്റെ റോള് തട്ടിയെടുത്തു എന്നൊക്കെ തമാശ രൂപേണ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നന്ദി വീണ്ടും വരിക എന്ന സിനിമ PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി സിനിമയാണ്. അന്ന് അത് ഫ്ലോപ്പായ ഒരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൽ കുറച്ച് തമാശ, അന്ന് മമ്മൂട്ടി കോമിക് ക്യാരക്ടർ ചെയ്യുന്നതെന്ന് വിചാരിച്ച പോലെ ഒന്നും പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യാത്തൊരു സമയമാണ്. മമ്മൂട്ടി അതൊരു തമാശയൊക്കെ ചെയ്ത് എനിക്കോട് പേടിത്തൊണ്ടനാണ്, പോലീസ് ആവാൻ താല്പര്യമില്ല, അങ്ങനെ പോലീസ് ആവുന്നതൊക്കെയാണ് ആ ഒരു സിനിമ. ഞാൻ കുറെ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതിൽ സുരേഷ് ഗോപി ചെറിയൊരു വേഷം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ സോമൻ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, വലിയൊരു റിച്ച് ആയിട്ടുള്ള അവിടുത്തെ ഒരു ജന്മിയോ എന്നോ അങ്ങനെ സോമൻ എന്നെ വെല്ലുവിളിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നുന്നു. സോമന്റേത്
സോമൻ ആരോ ഒരു സ്ത്രീനെ കൊന്നിട്ടുണ്ട്, ആ സ്ത്രീയുടെ ഭർത്താവ് ആണ് സുരേഷ് ഗോപി. അങ്ങനെ സുരേഷ് ഗോപി പ്രതികാരം ചോദിക്കാൻ വരുന്നു. അങ്ങനെ അവിടെ ഞാൻ ചെറിയൊരു ഓർമ്മ പോലെ എനിക്ക് സുരേഷ് ഗോപിയിലുണ്ട്. ചെറിയൊരു ക്യാരക്ടറാണ് സുരേഷ് ഗോപിയുടെ, പക്ഷെ അത് നോട്ടീസ് ചെയ്തിരുന്നു ആ ഒരു ക്യാരക്ടർ. പിന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സിനിമ രാജാവിന്റെ മകൻ. അപ്പൊ രാജാവിന്റെ മകനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അന്ന് തമ്പി കണ്ണന്താനം, മമ്മൂട്ടി, ഡെന്നിസ് ജോസഫ് പ്ലാൻ ചെയ്യുന്നു, മമ്മൂട്ടി റിജക്ട് ചെയ്യുന്നു, മോഹൻലാൽ വരുന്നു. അപ്പൊ അന്ന് മമ്മൂട്ടി ആയിരുന്നെങ്കിൽ അന്ന് മമ്മൂട്ടിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ഒരു ഗുണ്ടയുടെ ഒരു വേഷം ചെയ്യാൻ അന്നത്തെ പല പ്രമുഖ നടന്മാരോട് സംസാരിച്ചു. എനിക്കൊണ്ട് മമ്മൂട്ടി ആണെങ്കിൽ ചെയ്യാമെന്ന് പലവരും ഒന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് മോഹൻലാലായപ്പോ മമ്മൂട്ടിക്കോട്ട് താരമൂല്യം കുറഞ്ഞ മോഹൻലാലിന്റെ സഹനടനാവാൻ ഒരാൾക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് അവർ ആ ഒരു വേഷം രണ്ടായിട്ട് പുതുമുഖങ്ങളെ കാസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് സുരേഷ് ഗോപി, മറ്റത് മോഹൻരാജ് എന്ന് പറയുന്ന നടനും വരുന്നത്. അപ്പൊ അന്ന് ഈ നവോദയയുടെ 1 മുതൽ 0 വരെ അതിന്റെ ചില സ്റ്റിൽസ് കണ്ടിട്ടോ, അതിലേതോ ഒരു സിനിമയുടെ, ഇതിന്റെ സുരേഷ് ഗോപി ഇതിനു മുമ്പ് ചിലതായിട്ട് അഭിനയിച്ച ഏതോ ഒരു സിനിമയുടെ ഒരു സ്റ്റില്ല് കണ്ടിട്ടാണ് ആ ഒരു വേഷത്തിലോട്ട് സുരേഷ് ഗോപിനെ വിളിക്കുന്നത്. രാജാവിന്റെ മകനാണ് ശരിക്ക് സുരേഷ് ഗോപിക്ക് ഭയങ്കര ബ്രേക്ക് ആയ ഒരു സിനിമ. അതായത് മോഹൻലാലിന്റെ കൂടെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടാതെ എനിക്കൊന്നും വേറെ ഒരു സിനിമയിൽ അങ്ങനെ ത്രൂ ഔട്ട് തുടക്കം മുതൽ അവസാനം വരെ ശരിക്കും മോഹൻലാലിന്റെ കൂടെ തന്നെ ഉണ്ട്. അതിൽ നല്ലൊരു ക്യാരക്ടറും ആയിരുന്നു അത്. അതാ ഒരു ജൂലൈ മാസമാണ് റിലീസായത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്ന പല സിനിമകളും അതിന് മുമ്പ് അഭിനയിച്ചത്, അതിന് മുമ്പ് കമ്മിറ്റ് ചെയ്തതൊക്കെയാണ്. പക്ഷെ രാജാവിന്റെ മകന് ശേഷമാണ് പിന്നീട് സുരേഷ് ഗോപി ത്രൂ ഔട്ട് റോൾസ്, പലതരത്തിലുള്ള റോൾസ് ഒക്കെ സുരേഷ് ഗോപിക്ക് കിട്ടാൻ തുടങ്ങിയത്. പിന്നെ പൂവിന് പുതിയ പൂന്തന്നൽ, ഫാസിൽ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ സിനിമ. ആ ഒരു സിനിമ മലയാളത്തിൽ വലിയ വിജയമല്ലായിരുന്നു. പക്ഷെ അത് ഒരുവിധ എല്ലാ ഭാഷയിലും ഒന്ന്, എനിക്ക് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഹിന്ദിയിലും ഒക്കെ റീമേക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. മറ്റു ഭാഷകളൊക്കെ ആ സിനിമ നല്ല വിജയമായിട്ടുണ്ട്. ഇതിലൊരു വില്ലൻ വേഷമാണ് സുരേഷ് ഗോപി ചെയ്യുന്നത്. ഒരു പ്രധാന വില്ലൻ എന്ന് പറയാം. പക്ഷെ സുരേഷ് ഗോപിയെക്കാട്ടും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ശരിക്കും ബാബു തന്നെയായിരുന്നു. അതിൽ ബാബു തന്നെയാണ് പിന്നീട് എല്ലാ ഭാഷയിലും ആ ഒരു വില്ലൻ വേഷം ചെയ്തത്. സുരേഷ് ഗോപിയുടെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. സുരേഷ് ഗോപിയുടെ വേഷമൊക്കെ പിന്നെ മറ്റു ഭാഷയിൽ രഘുവരനൊക്കെയാണ് തമിഴിലൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഓണത്തിനാണ്, അതായത് രാജാവിന്റെ മകൻ ജൂലൈയിൽ ഇറങ്ങുന്നു. ആ ഒരു സെപ്റ്റംബറിലാണ് പൂവിന് പുതിയ പൂന്തന്നൽ നടക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് രാജാവിന്റെ മകൻ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ രാജാവിന്റെ മകൻ ഇങ്ങനെ സുരേഷ് ഗോപി അഭിനയിക്കുന്നു എന്ന് അറിഞ്ഞിട്ടായിരിക്കാം ഫാസിൽ എന്തായാലും ഇതുപോലത്തെ ഒരു ത്രൂ ഔട്ട് റോളിലേക്ക് വിളിച്ചത്. അതും മലയാളത്തിൽ വിചാരിച്ച പോലെ വിജയിച്ചില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു. മറ്റൊന്ന് സായം സന്ധ്യ, ജോഷി ഡെന്നിസ് ജോസഫ് ടീമിന്റെ പരാജയപ്പെട്ട ഒരു സിനിമയാണ്. അന്ന് മമ്മൂട്ടിയുടെ പരാജയപ്പെട്ട 86 മമ്മൂട്ടിക്ക് കുറെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പരാജയപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ സുരേഷ് ഗോപിക്ക് അതിലൊരു നല്ല റോളാണ്. ഞാൻ ആ സിനിമ കുറെ മുമ്പ് കണ്ടിട്ടുള്ള, സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ശരിക്കും ആ സിനിമ ത്രൂ ഔട്ട് കണ്ടിട്ടുള്ളത്. അത് അന്ന് ദൂരദർശനല്ല സിനിമ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സുരേഷ് ഗോപി ഒരു കൊടും വില്ലനായിട്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ത്രൂ ഔട്ട് റോളാണ് സുരേഷ് ഗോപിക്ക്. പക്ഷെ സിനിമ പരാജയപ്പെട്ടെങ്കിലും സുരേഷ് ഗോപി ഈ തുടക്കാലത്തെ വില്ലൻ വേഷങ്ങൾ എന്ന് പറഞ്ഞില്ല, അങ്ങനെ ആ വില്ലൻ വേഷങ്ങളിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ മികച്ച ഒരു വേഷം തന്നെയായിരുന്നു സായം സന്ധ്യ. പിന്നെ അടിവേരുകൾ, അനിൽ എന്ന ഡയറക്ടർ, ദൗത്യം അനിൽ. മോഹൻലാലാണ് ആ സിനിമയിലെ നായകൻ, ടി ദാമോദരനാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട്. മോഹൻലാലും കാർത്തികാണ് പ്രധാന വേഷത്തില്. സുരേഷ് ഗോപി ഉണ്ട്. സുരേഷ് ഗോപി അതിലെ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. അടിവേരുകളും പലപ്പോഴും ടി വിയിൽ വരാറുള്ള ഒരു സിനിമയാണ് അത്. അന്ന് അത്യാവശ്യം മോഹൻലാലിന്റെ ശ്രദ്ധിക്കപ്പെട്ട സിനിമ, ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അല്ലാന്ന് തോന്നുന്നു, പക്ഷെ ആ സിനിമ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതൊക്കെ സുരേഷ് ഗോപിക്ക് ഈ പറഞ്ഞ മെയിൻ സ്ട്രീമിലോട്ട് വന്നു തുടങ്ങുക എന്ന് പറയല്ലോ, അങ്ങനെ കിട്ടിയ ഒരു ഭാഗ്യം, രാജാവിന്റെ മകനൊക്കെ കാരണം കിട്ടിയ ഭാഗ്യങ്ങൾ ഒന്ന് തന്നെയായിരുന്നു അടിവേരുകൾ. പിന്നെ മനസ്സിലൊരു മണിമുത്ത് എന്നൊരു സിനിമയുണ്ട്. അത് ശശികുമാർ, ശശികുമാർ എന്ന് പറഞ്ഞ ഹിറ്റ് മേക്കർ ശശികുമാർ മോഹൻലാലിനെ വെച്ച് തുടക്കകാലത്ത് മോഹൻലാലിന് നായകതുല്യമായിട്ടുള്ള വേഷങ്ങൾ കൊടുത്ത് ഹിറ്റുകൾ കൊടുത്താണ് ഇവിടെ തുടങ്ങുന്നു അല്ലെങ്കിൽ 10ാം ഉദായം പോലത്തെ സിനിമകൾ ചെയ്തിട്ടുള്ള സംവിധാനമാണ്. അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു സിനിമ തന്നെയായിരുന്നു. അതില് മോഹൻലാലാണ് നായകൻ, അതിൽ നായിക സുരേഷ് ഗോപിയാണ്. അതില് മോഹൻലാലിന്റെ ഒരു കാമുകി, അല്ല നായിക ഉർവശി, മോഹൻലാലിന്റെ നായികയാണ് ഉർവശി. മോഹൻലാൽ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, എന്നിട്ട് ഉർവശീനെ സുരേഷ് ഗോപി കല്യാണം കഴിക്കുന്നത്, പിന്നീട് സുരേഷ് ഗോപി മരിക്കുന്നതും അങ്ങനെയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ ഒരു സിനിമ. എന്തായാലും ശശികുമാർ സാറിനെ പോലത്തെ നല്ലൊരു സംവിധായകന്റെ സിനിമയിൽ സുരേഷ് ഗോപിക്ക് നല്ല അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. അപ്പൊ ഇത്രയും സിനിമകളാണ് സുരേഷ് ഗോപിയുടെ 86, അതായത് മുതിർന്ന ശേഷം വീണ്ടും സിനിമയിലോട്ട് വരുന്നു. ഒരു പുതുമുഖ നടനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഒരു പക്ഷേ മമ്മൂട്ടിക്കും മോഹൻലാലിനും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയോ എന്ന് ചോദിച്ചാലോ, രണ്ടുപേരും 80ലാണ് സിനിമയിൽ വന്നത്. 80ന്റെ അവസാനമാണ് മമ്മൂട്ടി മോഹൻലാലിന്റെ ഒക്കെ സിനിമകൾ ഇറങ്ങിയത്. പിന്നീട് 81 കുറച്ച് സിനിമകളൊക്കെ അവർ ചെയ്തു. നല്ല രണ്ടുപേർക്കും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഗുണം കിട്ടിയിട്ട്. പക്ഷെ സുരേഷ് ഗോപിയുടെ വേറൊരു തരത്തിൽ, ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു വേഷത്തിൽ ആദ്യം മോഹം കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെ ത്രൂ ഔട്ട് റോളുകളുടെ സിനിമകൾ കിട്ടുന്നു. അതിൽ രാജാവിന്റെ മകൻ, സുരേഷ് ഗോപിയുടെ ജാതകം തന്നെ മാറ്റിയ ഒരു സിനിമ തന്നെയാണ് രാജാവിന്റെ മകൻ. കാരണം
87 എന്ന് പറയുന്ന ഒരു വർഷം സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി നല്ല റോൾസ് കിട്ടിയിട്ടുണ്ട്. അതിലൊരു സിനിമ നമുക്ക് മറ്റൊരു എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാം. ജനുവരി ഒരു ഓർമ്മ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ട്. അത് ഈ 86-ൽ ഷൂട്ട് തുടങ്ങിയ സിനിമയാണ്. 87-ലാണ് ഇറങ്ങിയത്. അതിന്റെ എഴുത്തുകാരൻ കലു ഡെന്നിസ് ആണ്. ജോഷിയാണ് സംവിധാനം. അന്ന് കലു ഡെന്നിസ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, രാജാവിന്റെ മകൻ കണ്ടിട്ടാണ് ജനുവരി ഒരു ഓർമ്മയിലും സുരേഷ് ഗോപിനെ ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു ക്യാരക്ടറാണ് അത്, ജയഭാരതിയുടെ സോമന്റെ മകനായിട്ട് അതില് വിളിച്ചത് എന്നൊക്കെ കലു ഡെന്നീസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഒരുപക്ഷെ രാജാവിന്റെ മകനെ കണ്ടിട്ടായിരിക്കും. അപ്പൊ എന്തായാലും സുരേഷ് ഗോപിയുടെ 86 എന്ന് പറയുന്ന ഒരു വർഷത്തിൽ ഏറ്റവും വലിയൊരു വിജയവും സുരേഷ് ഗോപിക്ക് ഏറ്റവും ഗുണമായ ഒരു സിനിമ രാജാവിന്റെ മകൻ തന്നെയാണ്. അത് യാതൊരു സംശയവുമില്ല. നമസ്കാരം, ഞാൻ സൂരജ് ജയ്മേനോൻ. ഇന്ന് ജൂൺ 19 വായനാ ദിനം. മാപ്സ്റ്റിക് മീഡിയ നമ്മുടെ വായനാപ്രേമികൾക്ക് വേണ്ടി ഒരു ഓഫറായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എഴുതിയ പുതിയ പുസ്തകമാണ് തെമ്മാടിയുടെ മോള്. മാൻകൈൻ ലിറ്ററേച്ചർ പബ്ലിഷ് ചെയ്ത 5 ചെറുകഥകളാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. അതായത് ഈ വീഡിയോൻ്റെ അടിയിൽ തെമ്മാടിയുടെ മോള് എന്ന ടൈറ്റിലിനെ കുറിച്ച് നിങ്ങൾ മനോഹരമായ 2-3 വാചകങ്ങൾ എഴുതുക. നിങ്ങൾ പലരും ഈ പുസ്തകം ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, ഒരുപാട് പേര് വായിക്കാനിരിക്കുന്നുണ്ടാവും. എന്തായാലും വായിച്ചവരാണെങ്കിൽ അതിൻ്റെ കഥയെക്കുറിച്ചോ എന്തുമാവാം നിങ്ങൾക്ക് തോന്നുന്ന 2-3 മനോഹരമായ വാചകങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന പുസ്തക പ്രേമികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏകദേശം ഒരാഴ്ചയാണ് ഇതിന് സമയമുള്ളത്. അതായത് ജൂൺ 26 വരെ നിങ്ങൾക്കിതിൽ കമൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് മാപ്സ്റ്റിക് മീഡിയ അതൊന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഈ പുസ്തകം ഗീവ് അവേ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. ഇനി നിങ്ങൾ പുസ്തകം വായിക്കുന്നവരല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്കിത് വാങ്ങി ഗിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സമയം കളയേണ്ട, ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കേട്ട ശേഷം ഇപ്പം തന്നെ നിങ്ങളതിൽ കമൻറ്റ് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് ഷെയർ ചെയ്യാം. മറക്കണ്ട, തെമ്മാടിയുടെ മോള്, അതാണ് ടൈറ്റിൽ.